UDF ഭരണത്തിൽ വരുമെന്ന മാധ്യമ വാർത്ത വന്നപ്പോഴേക്ക് 10 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ലോഡ് ഷെഡിംഗ് തിരിച്ചു വന്നു. UDFന് എങ്ങാനും ഭരണം കിട്ടിയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനിപ്പോൾ വായിച്ചത് അന്തംഗമ്യ അടിമകളുടെ സൈബർ ആചാര്യനായിട്ടുള്ള മയക്കുമരുന്ന് മാഫിയയുടെ തലവൻ മരണപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റാണ്. കോടിയേരി സഖാവിൻ്റെ മകന് 4-ാം തീയതിയിലേക്ക് ഇങ്ങനെ ദിവസങ്ങൾ അടുത്തു പോകും തോറും റിസൾട്ടിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കും തോറും വല്ലാത്തൊരു വെപ്രാളമാണ്. ഈ പറയുന്ന മൂലം കടച്ചിലിൻ്റെ അസ്കിത വല്ലാതെ ഈ സൈബർ ആചാര്യനെ വല്ലാതെ വെപ്രാളപ്പെടുത്തുന്നുണ്ട്. കാരണം 4-ാം തീയതി മുതൽ എന്ത് പറയുമെന്നുള്ളത് വലിയ വേദനയിലും വലിയ വെപ്രാളത്തിലുമാണ് സൈബർ ആചാര്യൻ മയക്കുമരുന്ന് ഡീലർ ഉള്ളത് അല്ലേ. ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ ഇപ്പോൾ 4-ാം തീയതിയിലേക്ക് അടുക്കും തോറും വീട്ടിൽ കട്ടിലിനടിയിലും തലയിണക്കടിയിലും അലമാരയിലും എന്ന് വേണ്ട എവിടെയൊക്കെ എന്തൊക്കെ തരം സാധനമാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് അങ്ങോട്ട് അടിച്ച് കയറ്റുകയാണ്. എന്നിട്ട് ഇപ്പം ഇന്നത് മാത്രമൊന്നുമില്ല, കണ്ണ് കാണുന്നതൊക്കെ അടിച്ചങ്ങോട്ട് കയറ്റുകയാണ്. എന്നിട്ട് കയറ്റിയിട്ട് പിന്നെയുള്ള ആ ഒരവസ്ഥയുണ്ടല്ലോ, ആ കിളി പോയ ലെവൽ, ആ ലെവലിൽ നിന്നുകൊണ്ട് അങ്ങനെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 4-ാം തീയതി ഇങ്ങടുത്തു, ഇനി വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. മുമ്പിൽ മറ്റു വഴികളൊന്നും കാണുന്നില്ല. ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ എന്തെങ്കിലും വലിച്ചു കയറ്റണം. ഈ കൂട്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് ആവി പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രമാത്രം വെപ്രാളം അകത്തുണ്ട്. അപ്പോൾ എങ്ങനെ ആചാര്യൻ കൂടിയാണല്ലോ, കൃമികീടങ്ങൾക്ക് എന്തെങ്കിലും ക്യാപ്സൂളുകൾ വിതരണം ചെയ്തു കൊണ്ടേയിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു വെപ്രാളമാണ്. ഇപ്പം ഈ മയക്കുമരുന്ന് മാഫിയ തലവന്, ഈ ഡ്രഗ് ഡീലർ, ഇവൻ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം അല്ലേ. കഴിഞ്ഞ 10 വർഷക്കാലം മാൻഡ്രേക്കിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഇന്ന് വരെ കാണാത്ത അത്രയും വലിയ ദുരന്തങ്ങളായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹം നേരിടേണ്ടി വന്നത്. ഈ മാൻഡ്രേക്ക് കയറിയതിൽ പിന്നെ കേരളം ഇന്ന് വരെ കാണാത്ത വലിയ ദുരന്തങ്ങൾ, അതിൽ ഭീകരമായ ദുരന്തങ്ങളും ദുരിതങ്ങളും കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടു അല്ലേ. ഒരു കാലത്ത് കൊറോണ, അതിനു മുമ്പ് നിപ്പ, അതിനു മുമ്പ് പ്രളയം, അത് കഴിഞ്ഞിട്ട് വയനാട്ടിലെ കുത്തിയൊലിച്ച ആ രാത്രി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങൾ ദുരിതം കൊണ്ട് നടക്കുകയായിരുന്നു. ഏതോ ഒരു ശകുനപ്പിഴ എവിടെയോ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കീ പൊസിഷനിൽ ഉണ്ടായിരുന്നു. ഒരു ശകുനപ്പിഴ, ഒരു ശനിദശ ഉണ്ടായിരുന്നു. അതാണ് കേരളം കഴിഞ്ഞ 10 വർഷം. നിങ്ങൾ കണ്ടോ നിപ്പ എന്ന് പറയുന്ന ഒരു പ്രശ്നം, ഒരു വൈറസ് കേരളം ഇത്രയും കാലമായിട്ട് എവിടെയെങ്കിലും ഇതിനു മുൻപ് നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിലുണ്ടായതാ കൊറോണ. മനസ്സിലായില്ലേ? അതങ്ങനെയാണല്ലോ. ഇതിപ്പോൾ ഒരാൾക്ക് കിട്ടുമ്പോൾ എല്ലാവർക്കും വരും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഈ ശകുനപ്പിഴ കാരണമാണ് കേരളത്തിൽ ഇത് സംഭവിച്ചത്. വയനാട്ടിലെ പ്രളയം നിങ്ങൾ നോക്കിയേ, കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം. ആരാ? വിജയൻ കസേരയിലിരിക്കുമ്പോൾ ദുരന്തങ്ങളുടെ ദുരന്തങ്ങൾ കേരളം നേരിട്ടതും കേരളം കാണേണ്ടി വന്നതും അനുഭവിച്ചതും ഒക്കെ ഈ വിജയൻ കസേരയിലിരിക്കുമ്പോൾ. ഇനി ജനങ്ങൾക്ക് മാത്രമായിരുന്നോ ദുരന്തങ്ങൾ ഉണ്ടായത്? ജനങ്ങൾക്ക് മാത്രമാണോ സഹിക്കേണ്ടി വന്നത്? അല്ല, അയ്യപ്പന് പോലും ദുരന്തം നോക്കി നിൽക്കേണ്ടി വന്നു. അയ്യൻ്റെ പൊന്നു പോലും കൊള്ളയടിച്ച് നക്കി. ഇതിലും വലിയ ദുരന്തം വേറെന്താ വേണ്ടത്? അപ്പോൾ ഈ മാൻഡ്രേക്ക് കസേരയിൽ ഇരുന്നപ്പോൾ കേരളം നേരിട്ടത് പ്രതിസന്ധികളാണ്, പരിഹാരങ്ങളില്ലാത്ത പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ തകർത്ത് എറിയുകയായിരുന്നു. കേരളത്തെ തകർത്തെറിഞ്ഞ ദുരന്തങ്ങൾ അല്ലേ. അങ്ങനെയല്ലേ ഉണ്ടായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ 2018 പ്രളയം, അങ്ങനെ
ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്കിടയിൽ എപ്പോഴോ സംഭവിച്ച ഒരു ഒറ്റത്തവണ മാത്രം സംഭവിച്ചിട്ടുള്ള പ്രണയമായിരുന്നു പിണറായി വിജയൻ ആ കസേരയിൽ ഇരുന്നപ്പോൾ. അല്ലേ? അതൊരു ശനിദശയല്ലേ? അതൊരു ശകുനപ്പിഴയല്ലേ? കേരളം എത്ര കാലമായി എത്ര മുഖ്യമന്ത്രിമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരകളിലും മറ്റും ഇരുന്നു. അന്നൊന്നും കാണാത്ത രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പ്രകൃതി പോലും ശോഭിക്കുകയായിരുന്നു. പ്രകൃതിക്ക് പോലും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. കാരണം എന്താ? ഈ പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചിരുത്തിയ തീരുമാനത്തെ പ്രകൃതി പോലും സപ്പോർട്ട് ചെയ്തില്ല, അംഗീകരിച്ചില്ല. ആ പ്രകൃതി പോലും അതിനുള്ള പകരം ചോദിക്കുകയായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്. പ്രളയത്തിൻ്റെ രീതിയിൽ, ദുരന്തങ്ങളുടെ രീതിയിൽ, ഉരുൾപൊട്ടലിൻ്റെ രീതിയിൽ, വൈറസിൻ്റെ രീതിയിൽ, കൊറോണയുടെ രീതിയിൽ, നിപ്പയുടെ രീതിയിൽ, അല്ലേ? അപ്പോൾ ദുരന്തങ്ങളുടെ ഒരു പേമാരി തന്നെ. അപ്പോൾ ഇരുണ്ട കാലമാണോ അതോ ദുരന്തകാലമാണോ? ദുരന്തം ശനിദശ ആ കസേരയിൽ ഇരുന്നപ്പോൾ മുതൽ കേരളത്തിൻ്റെ പൊതുസമൂഹം എസ്പെഷ്യലി അത് അനുഭവിക്കേണ്ടി വന്നു. 2018 ഒരു സിഗ്നൽ തന്നു, ഒരു പ്രളയം എന്നുള്ള രീതിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. വയനാട്ടിലെ ദുരന്തം ഉരുൾപൊട്ടൽ പോലെ അത്രത്തോളം എന്തുണ്ടായില്ല, ഈ പറയുന്ന ജീവനഷ്ടങ്ങൾ ഉണ്ടായില്ല. പക്ഷേ അതിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും നമ്മൾ അതേ വഴിക്ക് പോയപ്പോൾ അതിനേക്കാൾ വലിയ ഒരു പേമാരി കുത്തിയൊലിച്ച് ഒറ്റ രാത്രി കൊണ്ട് വിത്തിൻ ഹവേഴ്സ് തീർത്ത് തരിപ്പണമാക്കി. ഈ മാൻഡ്രാക്കിൻ്റെ ശാപം, ഈ ശപിക്കപ്പെട്ട പിണറായി വിജയൻ ആ കസേരയിൽ ഇരുന്നപ്പോൾ മുതൽ തുടങ്ങിയതാ. എന്നിട്ട് ഇതൊക്കെ കഞ്ചാവും പൊടിയും കിടിയും കുടിയും ഒക്കെപ്പാടെ അങ്ങോട്ട് വലിച്ച് കയറ്റിയിട്ട് ഈ സൈവർ ആചാര്യന് പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ചാണ് സൈബർ ആചാര്യൻ തീ കൊടുത്ത് ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആവി പിടിക്കുകയാണ്. കഞ്ചാവ് മാത്രമാണെന്ന് ഞാൻ പറയില്ല, എല്ലാം ഉണ്ട്. ഈ പറയുന്ന ഏതൊക്കെ വീട്ടിൻ്റെ മൂലകളിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ തപ്പി തപ്പി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് എല്ലാം അടിച്ചങ്ങോട്ട് കയറ്റുകയാണ്. കാരണം എന്താ? വെപ്രാളം, വല്ലാത്ത വെപ്രാള. 4-ാം തീയതി കഴിയുമ്പോൾ ഈ ചിലക്കല്, ഈ പേപ്പട്ടി ചിലക്കും പോലെ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് മാക്സിമം അടിച്ച് കയറ്റുകയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു അക്കിളി പാറിയ ലെവലിലാകുമ്പോൾ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്വഭാവത്തോടെ ഇരിക്കുമ്പോഴാണല്ലോ കൂടുതൽ നമ്മളെ ടെൻഷനാവുക, നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും, കൂടുതൽ കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത്. ഇത് അക്കിളി പാറിയ അവസ്ഥയിലിരിക്കുമ്പോൾ കുറേയൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ പുള്ളി പഴയ കടത്തിക്കൊണ്ടുവന്നതിൻ്റെയും ഇപ്പോൾ കടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും ഒക്കെ സാമ്പിളുകൾ ശേഖരിച്ച് ഉപയോഗിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതൊക്കെ എടുത്തിട്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് മൂപ്പരിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം പുള്ളിക്കും ഉറപ്പാ, 4-ാം തീയതി കഴിയുമ്പോൾ അധികാരത്തിൽ UDF തന്നെ വരും എന്നുള്ള കാര്യം പുള്ളിക്കും ഉറപ്പാണ്, അല്ലേ? ഇപ്പൊ ഇന്ന് N പ്രശാന്ത് IAS, ബ്രിജു പ്രഭാകരൻ IAS, KCBയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്ന ആളുകൾ, IAS ഓഫീസർമാർ, അവരിന്ന് ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഈ അന്തംകമ്മി അടിമകൾക്ക് കേൾക്കൂല കേട്ടോ. അവർക്ക് അതങ്ങനെയാണ്. ഈ അടിമകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടിമകൾക്ക് രാജാവിൻ്റെ മൊഴിമുത്തുകൾ മാത്രമേ അടിമകളുടെ കാതുകളിലേക്ക് എത്തുകയുള്ളൂ. മറ്റുള്ള ആരെന്ത് പറഞ്ഞാലും, ഇപ്പോൾ N പ്രശാന്തിൻ്റെ ആണെങ്കിലും ബിജു പ്രഭാകരൻ്റെ ആണെങ്കിലും ഒക്കെ മറ്റുള്ള ആരുടേതാണെങ്കിലും അവരുടെ വാക്കുകളോ അത്തരം സംസാരങ്ങളോ അത്തരം പ്രതികരണങ്ങളൊന്നും അടിമകളുടെ കാതുകളിലേക്ക് എത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ അടിമകൾക്ക് വേണ്ടി മാത്രമാണല്ലോ ഈ ഒരു മഞ്ഞപ്പത്രമുണ്ടല്ലോ, ആ മഞ്ഞപ്പത്രം എന്തിനാണ്? ആ മഞ്ഞപ്പത്രം അടിമകൾക്ക് വേണ്ടി മാത്രം, അടിമകൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അടിമകളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആ മഞ്ഞപ്പത്രം മാത്രമേ വായിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും KCBയുടെ ചെയർമാൻ കസേരയിലിരുന്ന് അതിനെ നിയന്ത്രിച്ച ആളുകൾ, IAS ഉദ്യോഗസ്ഥർ, അവരിന്ന് നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടി ഈ മയക്കുമരുന്നിന് അടിച്ചു കയറ്റിയ കുതിര സാധനങ്ങളുടെ ഹാങ് ഓവർ കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് കേട്ടു നോക്കുന്നത് നല്ലതാ. ഇനി അതല്ല, ഞാൻ അടിമയായതുകൊണ്ട് ഞാൻ അതൊന്നും കേൾക്കില്ല, എനിക്ക്
എന്നോട് എൻ്റെ മഞ്ഞപ്പത്രം എന്താണോ പറയുന്നത്, AKG സെൻറ്ററിൽ നിന്ന് വാട്സപ്പിൽ വരുന്ന ക്യാപ്സ്യൂൾ എന്താണോ അത് മാത്രമാണ് എങ്കിൽ ഈ അടിച്ചുകൂറ്റിയ സാധനങ്ങളൊന്നും മതിയാവില്ല. മെയ് 4 അന്നത്തേക്ക് കൂടുതൽ സാധനങ്ങൾ സംഭരിച്ചു വെച്ചോളൂ, ആവശ്യം വരും. കാരണം അന്ന് ഈ സ്ട്രോങ് മതിയാവില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന അളവ് മതിയാവില്ല. കാരണം കൂടുതൽ വേണ്ടി വരും. അന്നത്തെ ദുരന്തം താങ്ങാൻ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പലതിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ പിൻബലം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ സംഭരിച്ചു വെച്ചോളൂ. ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല, മെയ് 4 അടുത്ത് എത്തിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? കേരളം കണ്ട ഒരു ശനിദശ, ഒരു ശകുനപ്പിഴ, ഒരു ദുരന്തം, ഒരു മാൻഡ്രേക്ക്, അതായിരുന്നു പിണറായി വിജയൻ. ആ ദുരന്തത്തെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയതിന് പ്രകൃതി പോലും കേരളത്തോട് കണക്ക് തീർത്തിട്ടുണ്ട്. പ്രകൃതി പോലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പ്രതികാരം നടത്തിയിട്ടുണ്ട്. പ്രകൃതി പോലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പകരം ചോദിച്ചിട്ടുണ്ട്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ദുരന്തങ്ങൾ നേരിട്ടതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദുരന്തത്തെ, ഒരു മാൻഡ്രേക്കിനെ, ഒരു ശനിദശയെ, ഒരു ശകുനപ്പിഴയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചിരുത്തി. അതായിരുന്നു നിപ്പ, അതായിരുന്നു മഹാപ്രളയം, അതായിരുന്നു കൊറോണ, അതായിരുന്നു വയനാട്ടിലെ ദുരന്തം. എല്ലാത്തിനും കാരണം ആ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മാൻഡ്രേക്കിനെ ഇരുത്തിയതാ. ആ ശനിദശ കേരളത്തെ വിട്ടൊഴിയാൻ പോകുന്നു. മെയ് 4 വരെ മാത്രമേ ഉള്ളൂ ആയുസ്. മെയ് 4 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കേരളത്തിൻ്റെ നല്ല കാലം വരാൻ പോവുകയാണ്.